ഇതിൽ നമ്മൾ സംസാരിച്ചല്ലോ. അപ്പോൾ വന്ന ഒരു കമന്റാണ്, ചേട്ടന്റെ മുഖം കണ്ടാൽ മനസ്സിലാവുന്നു എന്തോ അടിച്ച് ഫിറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, അതെന്താ ഈ ആശയത്തെ നേരിടാനുള്ള കഴിവില്ല നമ്മൾ പറയുന്ന വസ്തുതപരം. ഇപ്പോൾ വന്ദാമ കൂട്ടക്കൊലയെ കുറിച്ച് ഞാൻ പറയാണ്, 23 വരെ കൊന്നു, അതിൽ ഫാക്ച്വൽ ഉണ്ട് എന്ന് തെളിയിക്കാണ് വേണ്ട. അങ്ങനെ കൂട്ടക്കൊല നടന്നിട്ടില്ല പറയാ. ഈ ബിട്ടാ കരാട്ടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. യാസിൻ മാലിക്കാണ് ഇതിൻ്റെ ആസൂത്രണം അല്ലാതെ പറയാം. 750 കാശ്മീരികൾ അവിടെ കൊന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാം. ഇങ്ങനെയൊക്കെയല്ലേ ഒരു സംഭവത്തെ ചലഞ്ച് ചെയ്യുന്നത്. ഒന്നും കഴിയാത്ത വരുന്നവൻ്റെ അവസാന ആയുധമാണ് അവൻ സംഘിയാണെന്ന് പറയാം. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് എന്ത് പ്രയോജനം കിട്ടുന്നത്? സംഘികൾ ഇത് ചെയ്യുന്ന നല്ല കാര്യമല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കാര്യം ഈ പണ്ഡിറ്റുകളെ പുനരധിവസിപ്പിക്കാൻ സംഘികളെ ശ്രമിച്ചിട്ടുള്ളൂ. അത് നല്ലൊരു കാര്യമല്ലേ. സംഘികളെല്ലാം ആര് നല്ലത് ചെയ്താലും നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ ഇവർ ചാപ്പയടി പരോക്ഷമായി സംഖ്യകൾക്കാണ് ഗുണം ചെയ്യുക. പക്ഷേ അതേ സമയത്ത് നമ്മൾ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആളുകൾ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാറുണ്ട്. നമ്മൾ എല്ലാ സമയവും സംഖ്യകളുടെ പിറകെ കൂടുന്നില്ലെങ്കിലും വിദ്യാഭ്യാസത്തിലെ കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിച്ചത്, ഗുജറാത്ത് കലാപത്തിനെതിരെ, പശുഹത്യക്കെതിരെ ഒക്കെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ പ്രതിദാനം ചെയ്യുന്നത് എസൻസ് ഗ്ലോബൽ എന്നുള്ള സംഘടനയാണ്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം അവിടെ ഹിന്ദോളം എന്ന് പറയുന്ന കേരള ചരിത്രത്തിലല്ല, ഇന്ത്യൻ ചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു മുഴുവൻ ദിവസം ഹിന്ദുത്വ വിമർശനം ഇവർ വല്ലപ്പോഴും നടത്തൽ. നമ്മളൊരു ഫുൾ ഡേ ആണ് ഹിന്ദുത്വ വിമർശനം നടത്തിയത്. അപ്പോൾ നമുക്കതിലൊന്നും യാതൊരു ഭയവുമില്ല. പക്ഷേ നിങ്ങളെ മാതിരി ഇടതുപക്ഷത്തെ പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം നമ്മൾ ചരിയാറില്ല. അവിടെ മാത്രം താങ്ങിക്കൊടുക്കുന്ന പരിപാടി പച്ചയ്ക്ക് ആരിഫ് ഹുസൈൻ പറയുന്ന മാതിരി ജിഹാദി കൂട്ടിക്കൊടുപ്പ് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആരിഫ് പറയുന്നത്, അതൊരു കടുത്ത വാക്കാണെങ്കിൽ അത് യാഥാർത്ഥ്യമാണ്. ഇഷ്ടം പോലെ യാത്രകൾ കിട്ടും, വിദേശ യാത്രകൾ, ആ സമ്മാനം ഈ സമ്മാനം, ഇങ്ങനെ ജിഹാദികളുടെ ഒരു നെറ്റ്വർക്ക് കേരളത്തിലും ഉണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇതൊന്നും പറയാത്തത്. നമ്മൾ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ എത്ര പരിപാടികളുണ്ട്, ഏഷ്യാനെറ്റിൽ എത്ര വാർത്താധിഷ്ഠിത പരിപാടികളുണ്ട്. സിന്ധു സൂര്യകുമാറൊക്കെ എന്തെല്ലാം വിഷയത്തിൽ സംസാരിക്കുന്നു. എന്താണ് അവർക്ക് ഇത് പറയാൻ മാത്രം പേടി? ഇത് കണ്ടിട്ടെങ്കിലും അവർ അതിലേക്ക് തിരിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയും നിഷ്ഠൂരമായ ഇന്ത്യയുടെ മണ്ണിൽ നടന്ന വല്ലാത്തൊരു നിഷ്ഠൂരതയാണ് ഈ പണ്ഡിറ്റുകളോട് ചെയ്തത്. അത് നമ്മൾ ആവർത്തിക്കുന്നത് ആ സംഭവങ്ങൾ നടക്കാതിരിക്കാനും, നമ്മൾ പറയുന്ന കാര്യം മത വൈറസാണ് ഇതിൻ്റെ പ്രശ്നം നിന്ന് ആവർത്തിക്കാൻ കൂടിയാണ്. മതാധിപത്യം വന്നാൽ ഒരു പുല്ല് പോലും നാട്ടിൽ മുളയ്ക്കില്ല. നിങ്ങൾ വിചാരിക്കുന്ന കാര്യമല്ല. മതം മൂത്ത് കഴിഞ്ഞാൽ അവർ താലിബാനാണ്. ശുദ്ധമായ മതം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വർഗീയതയാണ്. ശുദ്ധമായ മതമാണ് കാശ്മീരിൽ ഭീകരരെ നടപ്പാക്കാൻ തുടങ്ങിയത്. അന്ന് അത് നേരിടാനുള്ള നട്ടല് നമ്മുടെ സർക്കാരിന് ഇല്ലാതെ പോയി.